ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു ഫേസ് ക്രീമാണ്. പാടുകളൊന്നും ഇല്ലാതെ നല്ല തിളക്കമുള്ള മിനുസമാർന്ന മൃദുവായ സ്കിൻ നമ്മുടെയൊക്കെ ആഗ്രഹമാണ്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പലരും ഈ കെമിക്കൽസൊക്കെ അടങ്ങിയ പല പ്രൊഡക്ട്സും ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അതൊന്നുമില്ലാതെ പ്രകൃതിദത്തമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഒരു ബീട്രൂട്ട് ക്രീം, അതാണ് ഞാനിന്നിവിടെ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത്. നമ്മുടെ മുഖത്തൊക്കെ കാണുന്ന കറുത്ത പാടുകളൊക്കെ മാറാനും സ്കിൻ്റെ ടോണൊക്കെ നന്നായിട്ട് എൻഹാൻസ് ചെയ്ത് സ്കിന്നിന് നിറം കൂട്ടാനും, അതേപോലെ ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ആ ഡ്രൈനെസ് ഒക്കെ മാറി സ്കിൻ നല്ല സോഫ്റ്റായിട്ട് നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും, സ്കിന്നിൽ ഈ റിങ്കിൾസ് ഫൈൻ ലൈൻസ് ഒക്കെ വരുന്നത് തടയാനും ഒക്കെ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ബീട്രൂട്ട് ക്രീം. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സ്നേഹ നമസ്കാരങ്ങൾ, എല്ലാവർക്കും J2H Trineൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ആൻറ്റിഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമായ ബീട്രൂട്ട് മുഖത്തിൻ്റെ നിറം വർദ്ധിപ്പിക്കാനും പാടുകൾ ഇല്ലാതാക്കാനുമൊക്കെ ഏറെ സഹായകരമാണ്. ബീട്രൂട്ട് അടങ്ങിയ ഫേസ് പാക്കുകളുടെ അല്ലെങ്കിൽ ഫേസ് ക്രീമിൻ്റെ ഉപയോഗം ചർമ്മത്തിന് വളരെ നല്ലതാണ്. നിങ്ങളുടെ മുഖത്തിന് അല്പം കൂടി നിറം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്കിത് ഉപയോഗിക്കാം. ബീട്രൂട്ടിൽ അടങ്ങിയിരിക്കുന്ന ലൈക്കോപ്പീൻ, സ്ക്വാലിൻ എന്നിവ നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി കൂട്ടുകയും സ്കിൻ സാഗിങ് ഒക്കെ തടഞ്ഞിട്ട് സ്കിൻ നല്ല യങ്ങായിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബീട്രൂട്ട്, നല്ല ഫ്രഷ് ബീട്രൂട്ട്, അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ഉണക്കി അതിൻ്റെ പൗഡറാക്കി എടുത്തിട്ടാണ് ക്രീം തയ്യാറാക്കാൻ പോകുന്നത്. അതല്ല അത്രയ്ക്കൊന്നും മെനക്കെടാൻ നിങ്ങൾക്ക് വയ്യ എങ്കിൽ ഇത് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ട് മിക്സിയിൽ അരച്ച് ജ്യൂസ് എടുത്തിട്ട് ചെയ്യാം. പക്ഷേ ജ്യൂസ് എടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ ഇത് അധിക കാലം ഇരിക്കില്ല. നമ്മൾ പുറത്ത് വയ്ക്കുകയോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അധിക കാലം ഇരിക്കില്ല. അതുകൊണ്ടാണ് നമ്മളിത് ഉണക്കി പൗഡറാക്കിയിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ബീട്രൂട്ട്, മീഡിയം വലിപ്പമുള്ളൊരു ബീട്രൂട്ടാണ് ഞാനിവിടെ എടുത്തത്. അത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ഇതൊരു സ്റ്റീൽ പാത്രത്തിലോ അല്ല വേറെ എന്തെങ്കിലുമോ വെച്ചിട്ട് നല്ല വെയിലത്ത് നമുക്കിതങ്ങ് ഉണക്കിയെടുക്കാം. ഞാനിവിടെ UAE താമസിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നല്ല സമ്മറാണ്. അതുകൊണ്ട് തന്നെ ഒരു 3 ദിവസത്തെ ഉണക്കി എനിക്ക് വേണ്ടി വന്നുള്ളൂ. നന്നായിട്ട് ഉണങ്ങി കിട്ടി. ഇത് കണ്ടോ, കൈവച്ചങ്ങ് ഞെരിച്ചു കൊടുക്കുമ്പോൾ ആ പൊട്ടി അങ്ങ് പോകുന്ന സൗണ്ട് കേട്ടോ. ഇത് നമുക്ക് ബ്ലെൻഡറിലിട്ട് നന്നായിട്ടങ്ങ് പൊടിച്ചെടുക്കുക. ഇത് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് നമുക്കൊരു ബോട്ടിലിലാക്കി സൂക്ഷിച്ച് വയ്ക്കാം. ഇനി നമ്മൾ ക്രീം തയ്യാറാക്കാനായിട്ട് ഇതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ബീട്രൂട്ട് പൗഡറാണ് എടുക്കുന്നത്. ബീട്രൂട്ട് ജ്യൂസ് ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ അത് ഡയറക്റ്റ് ഉപയോഗിക്കാം. പക്ഷേ ഞാനീ പറഞ്ഞ പോലെ അത് ഇരിക്കില്ല അധികകാലം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് അലോവേര ജെല്ലാണ്. ഫ്രഷ് അലോവേര ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഉപയോഗിക്കാം. പക്ഷേ അത് നമ്മൾ ഈ ക്രീമി കൺസിസ്റ്റൻസിയിലേക്ക് വരാനായിട്ട് കുറച്ച് പാടാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും നല്ല ബ്രാൻഡിൻ്റെ ഫാർമസിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അലോവേര ജെല്ല് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് ക്രീം കൺസിസ്റ്റൻസിയിലേക്ക് ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അലോവേര ജെല്ല് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ ഉപയോഗിക്കുന്നുണ്ട്. സ്കിന്നൊക്കെ സോഫ്റ്റ് ആയിട്ടിരിക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ബദാം ഓയിൽ. അപ്പോൾ നമ്മൾ ബദാം ഓയിൽ 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഇതിലേക്ക്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഗ്ലിസറിനാണ്. ശരിക്കും നിങ്ങൾക്ക് നല്ല ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഗ്ലിസറിൻ ഒരു 1/4 ടീസ്പൂൺ ചേർക്കുന്നത് വളരെ നല്ലതാണ്. അല്ലാത്തവർക്ക്, അതായത് ഓയിലി സ്കിൻ, നോർമൽ സ്കിൻ ടൈപ്പുകാർക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. ഇവിയോണിൻ്റെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ 2 എണ്ണം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ആൻറ്റിഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള ഇത് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കൺട്രോൾ ചെയ്യുന്നതിലും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ പ്രകൃതിദത്തമായിട്ട് പോഷിപ്പിക്കുന്ന ഒരു ഏജൻ്റായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും ഈ വിറ്റമിൻ ഇ. നമ്മുടെ സ്കിന്നിന് അത്രത്തോളം യൂസ്ഫുള്ളാണ് വിറ്റമിൻ ഇ. നമ്മുടെ സ്കിന്നിനെ എന്നും യങ്ങായിട്ടിരിക്കാനും പാടുകളൊക്കെ മായ്ക്കാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് വിറ്റമിൻ ഇ. ഇതെല്ലാം കൂടി നമ്മൾ ഒരു ബൗളിലേക്ക് എടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒരു സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടെന്ന് പറഞ്ഞാൽ നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊരു ക്രീം കൺസിസ്റ്റൻസിയിലേക്ക് കൊണ്ടുവരണം. ഇപ്പോൾ ഇതാ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് കഴുകി ഉണക്കി വൃത്തിയാക്കി എടുത്ത് വെച്ച് ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് പുറത്ത് വെച്ച് തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഞാൻ ഈ പറഞ്ഞ അളവിൽ അത് നമ്മൾ ഫേസിൽ, നെക്ക്, കയ്യിലൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു 10 ദിവസത്തേക്ക് ഉപയോഗിക്കാൻ മാത്രമേ കാണൂ. ഞാൻ പുറത്ത് വെച്ച് തന്നെയാണ് ഉപയോഗിക്കുന്നത്, ഫ്രിഡ്ജിൽ വെക്കാറില്ല. ബീട്രൂട്ട് പൗഡറായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് അത് പുറത്ത് വെച്ചിരുന്നാലും കേടായില്ല. പക്ഷേ ബീട്രൂട്ട് ജ്യൂസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തന്നെ ഉപയോഗിക്കണം.
ദിവസേന ഈ ക്രീം ഉപയോഗിക്കാം. മുഖത്തും കഴുത്തിലും കയ്യിലും ഒക്കെ ഒരു അരമണിക്കൂർ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം. ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തയ്യാറാക്കിയ ഈ ക്രീം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ളതായിരിക്കും. സാധിക്കുമെങ്കിൽ എല്ലാവരും ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കി ഉപയോഗിച്ചിട്ട് ഫീഡ്ബാക്ക് ഒന്ന് പറയുക. ഈ ഒരു ക്രീം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യാൻ മടിക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്.